നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ BJPയുടെ അഹങ്കാരം തീർത്തു കൊടുക്കാൻ തന്നെ കൃത്യമായി കോൺഗ്രസ് പുതിയ സഖ്യത്തിന് വേണ്ടിയുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സഖ്യം പരിപൂർണമായി വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. സമാജ്വാദി പാർട്ടിക്ക് മധ്യപ്രദേശിലെ ചില മേഖലകളിൽ ഉള്ള സ്വാധീനം കഴിഞ്ഞ തവണ അവർ സീറ്റ് ചോദിക്കുമ്പോൾ നൽകാതിരുന്ന കമൽനാഥിൻ്റെ പിടിവാശി ഉൾപ്പെടെ വലിയ തോതിൽ ആഘാതം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല എന്ന തിരിച്ചറിവിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇത്തവണ മീനാക്ഷി നടരാജൻ്റെ പരാജയം ഉൾപ്പെടെ അവർ മത്സരിക്കാൻ പോലും അവർക്ക് യോഗ്യതയില്ല, അയോഗ്യത കൽപ്പിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടികൾ, അത് മീനാക്ഷിയുടെ മാത്രമല്ല കോൺഗ്രസിൻ്റെ മൊത്തം പരാജയമായി തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം ഈ വിഷയത്തിൽ കോൺഗ്രസ് പിന്നീട് നിയമ നടപടികൾ കർശനമാക്കാത്തത് എന്തുകൊണ്ട് എന്ന വലിയ ചോദ്യം പ്രസക്തമാവുകയാണ്. അങ്ങനെ കർശനമാക്കിയിട്ടും കാര്യമില്ല. കാരണം ചില കാര്യങ്ങൾ രേഖകളിൽ നിന്നും മറച്ചു വെച്ചു എന്ന് പറഞ്ഞ് BJP കൊടുക്കുമ്പോൾ അത് വാസ്തവമാണോ എന്നുള്ള കാര്യം ഉൾപ്പെടെ പരിശോധിക്കണം. മീനാക്ഷി നടരാജൻ്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞ ഭാഗപ്പിഴ അത് BJP നല്ലപോലെ മുതലെടുത്തു. അവസരം മുതലെടുക്കാൻ അവരെ കഴിഞ്ഞ് മറ്റുള്ളവരുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിൽ അവിടെ 230 നിയമസഭാ സീറ്റുകളാണ്. നിലവിൽ 63 സീറ്റുകളുമായി മുഖ്യ പ്രതിപക്ഷത്താണ് കോൺഗ്രസ്. 165 സീറ്റുമായി അവിടെ BJP ആണ് ഭരണപക്ഷത്ത്. ഇവിടെ സമാജ്വാദി പാർട്ടിക്ക് ലോക്സഭാ സീറ്റിലും അതുപോലെ തന്നെ നിയമസഭാ സീറ്റുകളിലും സഖ്യം രൂപീകരിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഇരുവരും തമ്മിൽ സഖ്യമാകേണ്ട അനിവാര്യമാണ് എന്ന ചിന്താഗതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മധ്യപ്രദേശിൽ ഏറ്റവും കുറഞ്ഞത് 20 സീറ്റുകളെങ്കിലും നിയോജക മണ്ഡലങ്ങൾ മത്സരിക്കാൻ വാങ്ങിച്ചെടുക്കുന്ന രീതിയിലേക്ക് സമാജ്വാദി പാർട്ടി അവിടെ പ്രവർത്തനങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭയിലും സമാനമായിട്ടുള്ള നീക്കത്തിന് വേണ്ടിയുള്ള ശ്രമമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, BJPയുടെ ശക്തി ദുർഗമായ ഗുജറാത്തിൽ പോലും കോൺഗ്രസ് വിള്ളലുണ്ടാക്കി ഒരു ലോക്സഭാ സീറ്റ് തിരിച്ചു പിടിച്ചു. അതുപോലെ പലയിടത്തും മികച്ച പോരാട്ടം നടത്തി, ചിലയിടത്തൊക്കെ കഷ്ടിച്ചാണ് ജയിച്ചു കയറിയത്. രാജസ്ഥാനിൽ വലിയ നേട്ടമുണ്ടാക്കിയപ്പോൾ മധ്യപ്രദേശിൽ ഒരു മണ്ഡലം പോലും കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞില്ല. 29-ൽ 29-മായി 100 മാർക്ക് നേടിയെടുത്തുകൊണ്ട് BJPയുടെ ജൈത്രയാത്രയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ അവിടെ നടന്നത്. പലരുടെയും ഭൂരിപക്ഷം എന്ന് പറയുന്നത് ശരാശരി 4 ലക്ഷത്തിന് മേളിലാണ്. ഇത് വല്ലാതെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് പ്രവർത്തനമെങ്കിൽ കമൽനാഥും മകനും കൂടി ചേർന്ന് ഈ പാർട്ടിയെ കുളം തോണ്ടുമെന്ന തിരിച്ചറിവ് പലർക്കും ഉണ്ട്. നിലവിൽ ദിഗ്വിജയ് സിംഗിൻ്റെ മകൻ ഉൾപ്പെടെ ജനകീയരായ പലരും ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ പാർട്ടി വിലമതിക്കുന്നത് സഖ്യ നീക്കത്തിൻ്റെ പിൻബലം കൂടിയാണ്.